ആലപ്പുഴ തകഴിയിൽ കൊയ്തെടുത്ത നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ പാടത്ത് കിടന്ന് നശിക്കുന്നു. തകഴി കൃഷിഭവന് കീഴിലുള്ള കുന്നുമ്മ 400-ാം പാടശേഖരത്തിലാണ് 150 ടൺ നെല്ല് ഒരാഴ്ചയായി കെട്ടിക്കിടക്കുന്നത്. മില്ലുടമകൾ ചോദിക്കുന്ന വൻ കിഴിവ് നൽകാൻ കഴിയാത്തതാണ് കർഷകരുടെ ദുരവസ്ഥയ്ക്ക് കാരണം. കടം വാങ്ങിയും പാട്ടത്തിനെടുത്തും കൃഷി ചെയ്തു. പ്രതികൂല കാലാവസ്ഥകളോട് പൊരുതി വിളവെടുത്തു. പക്ഷെ വിളവെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും നെല്ലെടുക്കാൻ ആളില്ല. ചുറ്റുപാടുമുള്ള പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകാർ നെല്ലെടുത്തു പോയി. 400-ാം പാടത്ത് ഇത്തവണ AST 16 എന്ന വെള്ള അരിയാണ് കൃഷി ചെയ്തത്. കൊയ്ത്ത് കഴിഞ്ഞ് പാടി ഓഫീസിൽ അറിയിച്ചു. മില്ല് അനുവദിച്ച് ഏജന്റ് വന്നു നോക്കി. പക്ഷെ കിൻഡലിന് 12 കിലോ നെല്ലാണ് കിഴിവ് നൽകേണ്ടത്. ഇവിടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലധികമായി. മില്ലുകാർ വന്ന് ഞങ്ങളോട് അമിത കിഴിവിന് വേണ്ടി ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നലെ വന്ന് മില്ലുകാർ 12 കിലോ ആണ് ആവശ്യപ്പെട്ടത്. ഒരു കിൻഡൽ നെല്ലിന് അധികമായി. അത് കൊടുക്കാൻ കർഷകർ ഒരു വിധത്തിലും തയ്യാറല്ല. പാടശേഖര സമിതി അടിയന്തരമായിട്ട് പൊതുയോഗം വിളിക്കുകയും കർഷക പ്രതിനിധികളെ അറിയിക്കുകയും അവർ വന്ന് പാടശേഖരത്തിൻ്റെ പൊതുയോഗത്തെ സംബന്ധിക്കുകയും ഇതിനു വേണ്ട അധികാരികളോട് സംസാരിക്കുകയും PMOയെയും പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെയും തകഴി കൃഷി ഓഫീസറും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മില്ലുകാരുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ട് അറിയുന്നില്ല. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഇവിടെ ഏറെയും. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ KG പ്രസാദും ഇവിടെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഏക്കറിന് 35,000-ഓളം രൂപ ചെലവാക്കിയാണ് ഓരോ കർഷകനും കൃഷി ചെയ്യുന്നത്. കൊയ്തെടുത്ത നെല്ല് വള്ളത്തിൽ കയറ്റി ലോറിയിലെത്തിക്കാൻ പിന്നെയും ചെലവേറും. ഈ നെല്ല് വള്ളത്തിൽ കയറ്റി അടുത്ത വണ്ടി വരുന്നിടത്ത് എത്തിച്ച് അത് വണ്ടിയെ കയറ്റി മില്ലിലെത്തിച്ച് കൊടുക്കേണ്ട ബാധ്യതയും ഈ കൃഷിക്കാരനുള്ളതാണ്. ഇത് എല്ലാം കൂടെ ചിലവ് വരുമ്പം 35,000 രൂപയുടെ അടുത്ത് ഒരേക്കറിന് പാട്ടം അല്ലാതെ കണ്ട് ചിലവ് വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കർഷകന് നൽകുന്ന തുക പോലും സംസ്ഥാന സർക്കാർ മുഴുവനായി നൽകുന്നില്ല. തീർച്ചയായിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം 31 രൂപ 35 പൈസ യഥാർത്ഥത്തിൽ നമുക്ക് വില കിട്ടേണ്ടതാണ്. 28 രൂപ 20 പൈസയാണ് ഇപ്പോഴും സർക്കാർ വില നൽകുന്നത്. 3 രൂപ 15 പൈസ ഈ സംസ്ഥാന സർക്കാർ നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ MSP അനുസരിച്ച് അത് ലഭിക്കേണ്ടത് നമുക്ക് ലഭിക്കാതിരിക്കുന്നു. ഹാൻഡ്ലിംഗ് ചാർജ് 22 വർഷം മുമ്പ് നിശ്ചയിച്ച 12 രൂപ ഹാൻഡ്ലിംഗ് ചാർജാണ്, കൈകാര്യ ചെലവാണ് ഇപ്പോഴും നൽകുന്നത്. 2 ദിവസത്തിനകം നെല്ല് ഏറ്റെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. തകഴി കുന്നുമ്മയിലെ 400-ാം പാടശേഖരത്തിൽ 45-ലധികം കർഷകരുടെ അധ്വാനമാണ് ഒരാഴ്ചയായി ഇങ്ങനെ കിടക്കുന്നത്. ഏകദേശം 150 ടണ്ണോളം നെല്ല്. എത്രയും പെട്ടെന്ന് ഇവ സംഭരിച്ചില്ലെങ്കിൽ ഈ കർഷകരെല്ലാം കടക്കണിയിലാകുമെന്നതിൽ ഒട്ടും സംശയമില്ല. കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം.